Hi friends, Karis for Accountancy സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് നിങ്ങൾക്കറിയാം. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ +2 ICC-കാർക്കും Bcom-കാർക്ക് പ്രത്യേകിച്ച് അക്കൗണ്ടൻസിയിലായിക്കോട്ടെ ബിസിനസ് മാത്തമാറ്റിക്സിലായിക്കോട്ടെ അങ്ങനെ CA-കാർക്കും CMA-കാർക്കും ഒക്കെ FM എന്ന് പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഒക്കെ വേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. ഒരു വലിയൊരു ചാപ്റ്ററാണ് റേഷ്യോ അനാലിസിസ്. ഹെഡ്സ് ഓഫ് റേഷ്യോ ആണ്. ഹെഡ്സ് ഓഫ് റേഷ്യോയിൽ ഒന്ന് ലിക്വിഡിറ്റി റേഷ്യോ, 2 ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാ ലോങ് ടേം ഫിനാൻഷ്യൽ റേഷ്യോസ്. അടുത്ത C പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അടുത്ത D ടേൺ ഓവർ റേഷ്യോസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാ ആക്ടിവിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ലൈബിലിറ്റി ആസ് വെൽ ആസ് ദേ ഫാൾ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് ലോങ് ടേം ഫിനാൻഷ്യൽ റേഷ്യോ അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ. ഈ ലിവറേജ് റേഷ്യോ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചറും 2 കവറേജ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മളെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഇത് നിങ്ങൾ വലിയ പാടാന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത് പാടാവുന്നത്. നമ്മൾ ആ ഇക്വേഷൻ എന്തുവാണെന്നോ അത് മനസ്സിലാക്കി പഠിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കില്ല. കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഓർമ്മയിലിരിക്കത്തില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്തോ ഒരു കാര്യം എന്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലം കഴിവതും ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ ഈ പറഞ്ഞ റേഷ്യോകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അല്ലാതെ പക്ഷം ഓർത്തിരിക്കാനൊക്കെ നിങ്ങൾക്ക് പാടായിരിക്കും. ഓക്കെ, അപ്പം ഇത് കഴിവതും ചെയ്ത് നോക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. അപ്പോൾ തന്നെ നമ്മൾ ലിവറേജ് റേഷ്യോ എന്തുവാണെന്നും അത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്ന ആ കാര്യങ്ങൾ നമ്മളെങ്കിൽ പറയാൻ ഇടയായി. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ദാണ്ട് ഈ ഐ ബട്ടണിൽ കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. നമ്മളതിൽ പറഞ്ഞ ഒരു കാര്യം, ലിവറേജ് റേഷ്യോ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചറും 2 കവറേജ് അല്ലേ. യെസ്, നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഞാൻ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യമേ പറയട്ടെ, ഒരു ബേസിക്കായിട്ടുള്ള ഒരു ടേം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാ നെറ്റ് വർത്ത്. അതെന്ന് പറയുന്നത് എന്തുവാ നോക്കിക്കോളൂ. ഷെയർ ക്യാപിറ്റലെ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിറ്റീഷ്യസ് അസറ്റ്. ഷെയർ ക്യാപിറ്റലെ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ഫിറ്റീഷ്യസ് അസറ്റ്. ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഷെയർ ക്യാപിറ്റൽ എന്തുവാന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അപ്പോൾ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇത് രണ്ടും കൂടെ ചേർക്കുന്നതാണ് എന്ത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. പിന്നെയുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് നിങ്ങളെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവാം. റിസർവ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നൊക്കെ നമ്മളതിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, റിസർവ് എന്തുവാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. അതിൽ നമ്മളെങ്കിൽ കേൾക്കും. ഓക്കെ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതിനുശേഷം ഫിറ്റീഷ്യസ് അസറ്റ് മൈനസ് ഫിറ്റീഷ്യസ് അസറ്റ് എന്തുവാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനിടയായി. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഐ ബട്ടണിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ, ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ആ അസറ്റിൻ്റെ മൊത്തം ടോട്ടൽ. ഓക്കെ, ഇത് പൊതുവേ ഉള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. ഓക്കെ, രണ്ടാമത് സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലൈബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് മൈനസ് ഫിറ്റീഷ്യസ് അസറ്റ് അല്ലേ. ടോട്ടൽ ലൈബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ് മനസ്സിലായി. അതായത് ഔട്ട്സൈഡേഴ്സിന് വേണ്ടിയുള്ള ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ
ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറച്ചാൽ പോരെ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇൻസൈഡേഴ്സ് ലൈബിലിറ്റി അല്ലേ ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അത് നമ്മൾ ടോട്ടൽ ലൈബിലിറ്റി എന്ന് കുറച്ച് എന്തുവാ? ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി, ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ടോട്ടൽ ലൈബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത് എന്തുവാ? ടോട്ടൽ ലൈബിലിറ്റി മൈനസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ദി ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് മൈനസ് ഫിറ്റീഷ്യസ് അസറ്റ്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിങ്ങൾ ഒരു കാരണവശാലും ഫിറ്റീഷ്യസ് അസറ്റ് മൈനസ് ചെയ്യല്ലേ. ഓക്കെ, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത മൂന്നാമത് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ അതിൽ വാക്കിൽ ഒന്നുണ്ട് അല്ലേ? യെസ്, നോക്കിക്കോളൂ. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടേം ഫണ്ട്. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടേം ഫണ്ട്. ഈ ഫിക്സഡ് അസറ്റ് എന്ന് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ. മനസ്സിലായി? ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ എന്തുവാ? ഷെയർ ഹോൾഡ്. ഇത് ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്? അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അപ്പോൾ തന്നെ ലോങ് ടേം അത് ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുള്ള നമ്മുടെ ഇത് ഡിബഞ്ചർ, ലോണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ ആണ്. യെസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തോ? ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ദി ഹോൾ ഡിവൈഡ് ബൈ എന്ത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് എന്ത്? നമ്മുടെ ലോങ് ടേം ബോറോയിങ്സ്. അടുത്ത ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി അല്ലേ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആ വാക്കിൽ തന്നെയുണ്ട് അല്ലേ? ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് നമുക്ക് ആർക്കെങ്കിലും കടപ്പെട്ടിരിക്കുന്നോ അതിന് എന്തെന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്. അല്ലാതെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനം അല്ല. ഡെപ്റ്റേഴ്സ് വേറെ, ഡെപ്റ്റ് വേറെ. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. അതായത് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്തോ? നമ്മുടെ ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറയ്ക്കുക അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി അല്ലേ ഈ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറയ്ക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറയ്ക്കുക. അതായത് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. ഓക്കെ, ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് നമ്മളവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് താഴെ ഡിനോമിനേറ്ററിലുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മളെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഔട്ട്സൈഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഡെപ്റ്റ് എന്ന് പറഞ്ഞില്ലേ ന്യൂമറേറ്ററിയുള്ള, അതിൽ ഒരു കാരണവശാലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുത്. മനസ്സിലായി? ഓക്കെ ആണേ? യെസ്. ഇതിൽ നോർമലി ഈ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് കറണ്ട് ലൈബിലിറ്റി, നമ്മുടെ പിന്നീടുള്ള അതർ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി എല്ലാം കൂടെ ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ അതർ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമ്മുടെ ലോണ്, ഡിബഞ്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, യെസ്, അത് മനസ്സിലാക്കുക. പിന്നെ ഈ പൊതുവെ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, ഇനി അവിടെ ഇൻ കേസ് ഈ റേഷ്യോ കൂടി നിൽക്കുവാണെങ്കിൽ അവിടെ കാണിക്കുന്നത് എന്തുവാ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഈ റേഷ്യോ കൂടണമെങ്കിൽ എന്തുവാ? ന്യൂമറേറ്റർ കൂടി നിൽക്കുക. ഈ റേഷ്യോ കുറയണമെങ്കിൽ എന്തുവാ? ന്യൂമറേറ്റർ കുറഞ്ഞ് നിൽക്കുക അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തോ? ഈ ഡെപ്റ്റ് കൂടി നിൽക്കുവാണെങ്കിൽ ഈ റേഷ്യോ കൂടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രെഡിറ്റേഴ്സിൽ പുറത്തുള്ളവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ക്ലെയിം നമ്മുടെ ഓണറിനെ കാട്ടിലും കൂടില്ല. അതിൻ്റെ അർത്ഥം എന്തോ? അതെന്തോ കാണിക്കുന്നത്? അൺഫേവറബിളാണ് കാണിക്കുന്നത്. ഇനി റേഷ്യോ കുറഞ്ഞിരിക്കുവാണെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ഡെപ്റ്റ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണേഴ്സിൻ്റെ ക്ലെയിമാണ് നമ്മുടെ ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിമിനേക്കാളിലും കൂടുതൽ. മനസ്സിലായി? അപ്പോൾ അവിടെ എന്തോ കാണിക്കുന്നത്? സാറ്റിസ്ഫാക്ടറി ക്യാപിറ്റൽ സ്ട്രക്ചറാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? യെസ്, വളരെ സിമ്പിൾ അല്ലേ? അടുത്ത ക്യാപിറ്റൽ ഗിയറിൻ റേഷ്യോ. ക്യാപിറ്റൽ ഗിയറിൻ റേഷ്യോ കാണിക്കുന്നത് എന്തുവെന്ന് പറഞ്ഞാൽ ഷോസ് മിക്സ് ഓഫ് ഫിനാൻസ് എംപ്ലോയ്ഡ് ഇൻ ബിസിനസ്. നോക്കിക്കോളൂ, ക്യാപിറ്റൽ ഗിയറിൻ റേഷ്യോ, ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിൻ റേഷ്യോ, അതെന്തുവാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദി ഹോൾ ഡിവൈഡ് ബൈ
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അവിടെ എന്താ താഴെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരാൻ? കാരണം നമ്മൾ നമ്മുടെ അകത്തുള്ള ആൾക്കാരുടെ മാത്രമാണ് താഴെ എഴുതേണ്ടത്. മനസ്സിലായി? ഇത് ഫിക്സഡ് ഇൻട്രസ്റ്റ് നമ്മളെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുറത്തുള്ളവർക്ക് നമ്മളെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തുള്ളവരെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് നമ്മൾ ഫിക്സഡായിട്ട് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ഒരു നിയമമുണ്ട്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാതെ അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ തന്നെ ഡിബഞ്ചർ, അപ്പോൾ തന്നെ ലോണ്. മനസ്സിലായി? അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചർ പ്ലസ് ലോൺ ദി ഹോൾ ഡിവൈഡ് ബൈ എന്ത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇനി ഈ റേഷ്യോ കാണിക്കുന്നത് എന്തോ? ഇത് ഇപ്പോൾ ഈ റേഷ്യോ കൂടി നിൽക്കുവാണെങ്കിൽ അതിൽ കാണിക്കുന്നത് ട്രേഡിംഗ് ഓൺ തിൻ ഇക്വിറ്റി. ഇനി റേഷ്യോ കുറഞ്ഞ് നിൽക്കുവാണെങ്കിലോ ഇത് എന്തോ കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് ട്രേഡിംഗ് ഓൺ തിക്ക് ഇക്വിറ്റി. ഈ തിൻ ഇക്വിറ്റി തിക്ക് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. ബോറോഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിറ്റിയെക്കാളിലും കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിൻ ഇക്വിറ്റി, അതായത് ട്രേഡിംഗ് ഓൺ തിൻ ഇക്വിറ്റി. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലേ? അതായത് ഈ ഫിക്സഡായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോറോഡല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. അത് കൂടി നിൽക്കുന്നതുകൊണ്ടല്ലേ റേഷ്യോ കൂടി. അപ്പോൾ ഇതെന്തുവാ? തിൻ ഇക്വിറ്റിയാണ്. മനസ്സിലായോ? അതായത് ബോറോഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റിയെക്കാളിലും കൂടുതലാണ്. ഇനി തിക്ക് ഇക്വിറ്റി ആണെങ്കിലോ നേരെ തിരിച്ച്, ബോറോഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റിയെക്കാളും കുറവാണ്. ഓക്കെ ആണ്? യെസ്. അടുത്ത റേഷ്യോ ആണ്, അടുത്ത ഇതാണ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്. നോക്കിക്കോളൂ. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് വാക്കിലൊന്നുണ്ട് അല്ലേ? ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അടുത്ത ഏഴാമത് റേഷ്യോ ഓഫ് ലോങ് ടേം ഡെപ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ആ വാക്കിൽ തന്നെയുണ്ട് ലോങ് ടേം ഡെപ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അത് തന്നെ ഇക്വേഷൻ. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സിമ്പിൾ അല്ലേ? യെസ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കവറേജ് റേഷ്യോ ആണ്. നോക്കിക്കോളൂ. കവറേജ് റേഷ്യോ അതിൽ ഒന്ന് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ മറ്റൊരു പേര് ടൈം ഇൻട്രസ്റ്റ് ഏൺഡ് റേഷ്യോ. നോക്കിക്കോളൂ. അതിൻ്റെ ഇക്വേഷൻ EBIT ഡിവൈഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ഇവിടെ ഈ റേഷ്യോ എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യമായിട്ട് ഈ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ ഫിക്സഡ് ആയിട്ടുള്ള ഈ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ EBIT എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇത് വെച്ച് പറഞ്ഞ ഈ ഏണിങ്സ് വെച്ച്, ഇൻട്രസ്റ്റിനും ടാക്സിനും മുമ്പുള്ള ഏണിങ്സ് വെച്ച് നമുക്ക് എത്രത്തോളം ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്, ഞാൻ പറഞ്ഞു ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ലോണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ എത്രത്തോളം പറ്റും, എത്ര പ്രാവശ്യം പറ്റും എന്ന് കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് എന്ത്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. നോക്കിക്കോളൂ. അടുത്ത് പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ നോക്കിക്കോളൂ. EAT ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ലയബിലിറ്റി. EAT എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കോളൂ. ബാലൻസ് ഷീറ്റ് ഓഫ് രാമ ലിമിറ്റഡ് ആസ് അറ്റ് 31/12/1993 ഈസ് ആസ് ഫോളോസ്. ഒരു പക്ഷേ നിങ്ങളൊന്നും ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു വർഷമാണ് അല്ലേ? ഓക്കെ, നിങ്ങളിൽ ചിലർ ജനിച്ച വർഷമാവാം. നോക്കിക്കോളൂ. ലയബിലിറ്റിയിൽ ഇക്വിറ്റി ക്യാപിറ്റലിൽ 9%, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ 8%, ഡിബഞ്ചർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ്. അസറ്റ് സൈഡിൽ നോക്കിക്കോളൂ. ഫിക്സഡ് അസറ്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ബാങ്ക് ബാലൻസ്. ഓക്കെ, എന്തോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അടുത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോ, അടുത്ത സോൾവൻസി റേഷ്യോ, അടുത്ത ഫിക്സഡ് അസറ്റ് റേഷ്യോ, അടുത്ത റേഷ്യോ ഓഫ് ലോങ് ടേം ഡെപ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അടുത്ത ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ, അടുത്ത ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ.
അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇതിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ. വളരെ സിമ്പിളാണ് സംഭവം അല്ലേ. യെസ്, നമുക്ക് നോക്കാം. ആദ്യത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്തുവാ? ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി. ഇവിടെ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയുള്ളത്? ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി ആയിട്ട് നമുക്ക് പറയാം. ഇത് ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി നമ്മൾ പറഞ്ഞു എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ പറഞ്ഞ ടോട്ടൽ ലൈബിലിറ്റിന്ന് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറയ്ക്കുക. ടോട്ടൽ ലൈബിലിറ്റി എന്ന് പറയുന്നത് 5,30,000. അതിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറയ്ക്കുക. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയുള്ളത്? 2 ലക്ഷം ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷം, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 40,000 അല്ലേ. അപ്പോൾ നമുക്കത് കുറയ്ക്കാം. 5,30,000 മൈനസ് 2 ലക്ഷം മൈനസ് 1 ലക്ഷം മൈനസ് 40,000 ദി ഹോൾ ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ്? 2 ലക്ഷം പ്ലസ് 1 ലക്ഷം പ്ലസ് 40,000 അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. 2 ലക്ഷം പ്ലസ് 1 ലക്ഷം പ്ലസ് 40,000. അപ്പോൾ എത്ര വരും? ഈസിക്കൽ ടു 1,90,000 ഡിവൈഡ് ബൈ 3,40,000 ഈസിക്കൽ ടു 0.55:1. സിമ്പിൾ അല്ലേ? യെസ്. ഇതേപോലെ ഓരോന്നും വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പാടൊന്നുമില്ല. യെസ്. അടുത്ത നോക്കിക്കോളൂ. പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് നമ്മൾ പറഞ്ഞു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ നേരത്തെ എഴുതി എത്ര? 3,40,000 ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളെങ്കിൽ കണ്ടു എത്ര? 5,30,000 ഈസിക്കൽ ടു എത്ര വരും? 0.64:1. അടുത്ത നോക്കിക്കോളൂ. സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ നമ്മൾ പറഞ്ഞു ടോട്ടൽ ലൈബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് മൈനസ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇവിടെ ടോട്ടൽ ലൈബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാന്നൊക്കെ ഞാൻ പറഞ്ഞു. ടോട്ടൽ ലൈബിലിറ്റി എന്ന് ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറയ്ക്കുക. ടോട്ടൽ ലൈബിലിറ്റി ഇവിടെ എത്ര? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കുറയ്ക്കുന്നത് എത്ര? 1,90,000 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അത് എഴുതാം 1,90,000 ദി ഹോൾ ഡിവൈഡ് ബൈ എത്ര? ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്ര? 5,30,000 അല്ലേ. ഈസിക്കൽ ടു 0.36:1. അടുത്ത നാലാമത് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ ലോങ് ടേം ഫണ്ട് അല്ലേ. ടോട്ടൽ ലോങ് ടേം ഫണ്ട്. ഇവിടെ ടോട്ടൽ ലോങ് ടേം ഫണ്ടായിട്ട് എന്തൊക്കെയുള്ളത്? ഇക്വിറ്റി ഉണ്ട്, പിന്നെ പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ നമ്മുടെ ഡിബഞ്ചർ ഉണ്ട് അല്ലേ. ഓക്കെ. 2 ലക്ഷം പ്ലസ് 1 ലക്ഷം പ്ലസ് 1 ലക്ഷം പ്ലസ് 40,000 എന്ന് പറയുമ്പം 4,40,000 ഒന്ന് വന്നു. 4,40,000 ഈസിക്കൽ ടു അപ്പം 3,60,000 ഡിവൈഡ് ബൈ 4,40,000 ഈസിക്കൽ ടു എത്ര വരും? 0.82:1. അടുത്ത അഞ്ചാമത് റേഷ്യോ ഓഫ് ലോങ് ടേം ഡെപ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഈക്വേഷനിൽ വന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ. അപ്പോൾ ഈ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ലോങ് ടേം ഡെപ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഡിബഞ്ചർ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഡിബഞ്ചർ ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്ര? നമുക്ക് എത്ര ഇവിടെ ഉള്ളത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 3,40,000. അപ്പോൾ എത്ര? 0.29:1. നോക്കിക്കോളൂ. അടുത്ത 6 ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് അല്ലേ. യെസ്. ഇവിടെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 3,60,000 ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് എത്ര? 3,40,000 എന്ന് പറയുമ്പോൾ 1.06:1. അടുത്ത ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചർ പ്ലസ് ലോൺ ദി ഹോൾ ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. നോക്കിയോളൂ. അവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ? ഉണ്ട്. എത്ര? 1 ലക്ഷം പ്ലസ് ഡിബഞ്ചർ ഉണ്ടോ? ഉണ്ട്. 1 ലക്ഷം ഇല്ലേ. യെസ്. ദി ഹോൾ ഡിവൈഡ് ബൈ ലോൺ വല്ലതും ഉണ്ടോ? ഇല്ല. ദി ഹോൾ ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര? 2 ലക്ഷം പ്ലസ് നമ്മുടെ റിസർവ് വല്ലതും ഉണ്ടോ? റിസർവ്സ് ആൻഡ് സർപ്ലസ് വല്ലതും ഉണ്ടോ? ഉണ്ട് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എത്ര? 40,000. അപ്പോൾ 2,40,000. അപ്പം ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര വരും? 2 lakh ഡിവൈഡ് ബൈ
എത്ര 2,40,000 ഈസിക്കൽ ടു 0.833:1 അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ നമ്മുടെ ലിവറേജ് റേഷ്യോ. മനസ്സിലായി? സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ പാടൊന്നുമില്ല. നമ്മളെങ്ങനെയാണോ ഇത് അപ്രോച്ച് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. നമ്മളെന്ത് പെട്ടെന്ന് ഈ പ്രോബ്ലം ചെയ്ത്, നമ്മളെന്ത് പെട്ടെന്ന് ഈ ഇക്വേഷൻ പഠിച്ചു അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ റേഷ്യോ അനാലിസിസ്. ഇത് കുറേ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഇത് പേടിക്കുകയൊന്നും വേണ്ട. ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ളത് മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഉടനെ കുറച്ച് കഴിയുമ്പം നമ്മളെങ്കിൽ ഡിസ്കസ് ചെയ്യും പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഓക്കെ അല്ലേ? യെസ്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ നിങ്ങളെങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.